നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പൂ പോലെയുള്ള ഒരു കൊഴുക്കട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വരൂ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. പൂ കൊഴുക്കട്ട തയ്യാറാക്കുന്നതിനായി ഒരു പിടി സോണ മസൂരി അരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായി 2 പ്രാവശ്യം കഴുകി ഒന്ന് കുതിർത്തെടുക്കാം. ഒരു 2 മണിക്കൂർ. 150 ഗ്രാം ഇടിയപ്പപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരൽപ്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. നന്നായി കുതിർന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലെ ജലാംശം കളഞ്ഞതിന് ശേഷം ഈ അരി ഒന്ന് ഉണക്കിയെടുക്കാം. ഒരു മാവ് നന്നായി കുഴച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ അരി കുതിർത്തിട്ടുണ്ടായില്ലോ, അതാ ഇതേപോലെ ഉണക്കിയെടുക്കണം. ഇതിലേക്ക് സ്റ്റഫിങ്ങിനായി 50 ഗ്രാം നാളികേരവും 4 സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതാ ഇതേപോലെ. അതിനുശേഷം മധ്യഭാഗത്ത് ഇത് വയ്ക്കും. ഫില്ലിങ് വയ്ക്കുക. വീണ്ടും ഉരുട്ടിയെടുക്കുക. ഇതേപോലെ കുഴക്കട്ട ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഈ അരിയിലേക്ക് ഇതേപോലെ നന്നായി റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് സ്റ്റീമിൽ വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. ഇതേപോലെ ഇതേപോലെ ഉരുട്ടി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു വെറൈറ്റി കുഴക്കട്ടയാണ് കേട്ടോ. പൂ പോലെയുള്ള നമ്മളുടെ വെറൈറ്റി കുഴക്കട്ട തയ്യാറായി കഴിഞ്ഞു. ഒരു വെറൈറ്റിയായ കൊഴുക്കട്ട നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഈ ഒരു സ്പെഷ്യൽ കൊഴുക്കട്ട തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്